ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രോബ്ലമാണ് കേട്ടോ. ബേസിക്കായിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ജേണൽ എൻട്രി ഒന്ന് പഠിച്ചു വെക്കണം, ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഒന്നും അറിയില്ലാത്തവർ ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എന്താണെങ്കിലും ബൈ ഹാർട്ട് ചെയ്യുക. ഇത് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂവും ഇതും സിമിലറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിലെ കുറച്ച് ജേണൽ എൻട്രീസ് പഠിച്ചാൽ നിങ്ങൾ ഡിബഞ്ചറിൻ്റെ ജേണൽ എൻട്രിയും പഠിച്ച പോലെ തന്നെയാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എച്ച് ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് ₹20 lakh ഡിവൈഡഡ് ഇൻറ്റു 20,000 ഷെയർസ് ഓഫ് ₹100 each. എച്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ നോമിനൽ ക്യാപിറ്റൽ, അതായത് രജിസ്റ്റേർഡ് ക്യാപിറ്റലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ടോട്ടൽ 20 lakh ആണ്. അതിന് 20,000 ഷെയർസാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ദ കമ്പനി ഇഷ്യൂഡ് 10,000 ഷെയർസ് അറ്റ് പാർ, payable ₹20 on application, ₹30 on allotment and ₹20 on first call and ₹30 on final call. കമ്പനി ഇപ്പം നിലവിൽ 10,000 ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതായത് കമ്പനിയുടെ കയ്യിൽ വിൽക്കാനായിട്ട് ഇപ്പോൾ 10,000 ഷെയർസാണ് ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ 10,000 ഷെയർസിൻ്റെ കാര്യമാണ് നമുക്കവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇഷ്യൂഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തു അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. ഓക്കെ, ആക്ച്വലി പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ കയ്യിൽ 10,000 ഷെയർസാണ് വിൽക്കാനുള്ളത്. അതിൻ്റെ ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് 20 രൂപയാണ്. അലോട്ട്മെൻറ്റ് മണിയായിട്ട് 30 രൂപ കളക്ട് ചെയ്യുന്നു. ഫസ്റ്റ് കോൾ മണി 20 രൂപ, ഫൈനൽ കോൾ മണിയായിട്ട് 30 രൂപ. ഇനി അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഓൾ ഷെയർസ് വെർ സബ്സ്ക്രൈബ് വിത്ത് പബ്ലിക് ആൻഡ് എമൗണ്ട്സ് ഡ്യൂലി റിസീവ്ഡ്. ഇനി ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കണം. എല്ലാ ഷെയർസും, അതായത് കമ്പനി വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള, ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് തന്നെ പബ്ലിക് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിൽ 10,000 ഷെയർസ് ഫുള്ളായിട്ട് തന്നെ പബ്ലിക് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾ ഷെയർസ് വരെ സബ്സ്ക്രൈബ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ചില സിറ്റുവേഷനിൽ കമ്പനി എന്ത് പറയും, പബ്ലിക് ചിലപ്പോൾ ഈ 10,000 ഷെയർസ് വാങ്ങാൻ തയ്യാറായിട്ടുണ്ടാവണമെന്നില്ല. അതായത് ഇപ്പോൾ കമ്പനിക്ക് ചിലപ്പോൾ 9,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷനെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ 10,000 ഷെയർസ് ഉണ്ട്, പക്ഷേ അത് വാങ്ങിക്കാനായിട്ട് 9,000 ആൾക്കാരേ ഉള്ളൂ. 9,000 ഷെയർസ് അവിടെ വിറ്റിട്ടുള്ളൂ. അപ്പോൾ 9,000 വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ചിലപ്പോൾ കൂടുതൽ, അതായത് ഇത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ തരുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ എത്രയാണോ പബ്ലിക് വാങ്ങിച്ചത്, ആക്ച്വലി വാങ്ങിച്ചത് എത്രയാണോ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചിലപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസ് വരാം. അതായത് ഇപ്പോൾ 10,000 ഷെയർസ് ആണ് കമ്പനിയുടെ കയ്യിൽ വിൽക്കാനുള്ളത്, പക്ഷേ ആപ്ലിക്കേഷൻസ് ഒരു 12,000 കിട്ടിയെന്ന് വിചാരിക്കുക. 12,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി, പക്ഷേ കമ്പനിയുടെ കയ്യിൽ ആകെ എത്രയേ ഉള്ളൂ, 10,000 ഷെയർസ് കൈവശമുള്ളൂ. പബ്ലിക് എത്ര ആപ്ലിക്കേഷൻ തന്നു എന്ന് എഴുതിയിട്ട് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ആകെ 10,000 ഷെയർസ് വിൽക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, 10,000 ഷെയർസിൻ്റെ പ്രോബ്ലം ഒരു എമൗണ്ട് റിസീവ് ചെയ്ത രീതിയിലാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ അങ്ങനെയൊന്നും അല്ല, പാറിൽ തന്നെയാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇനി പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലൊക്കെ ആണെങ്കിലും അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന എൻട്രിയിൽ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ. ബാക്കി എല്ലാ ജേണൽ എൻട്രിയും പാറിലാണെങ്കിലും പ്രീമിയത്തിലാണെങ്കിലും ഡിസ്കൗണ്ടിലാണെങ്കിലും സെയിം തന്നെയാണ്. ലേക്ക് വരാം. അപ്പോൾ ആദ്യമേ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് ആണ് റിസീവ് ചെയ്യുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇവിടെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പബ്ലിക് അത് ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സോ 10,000 ഇൻറ്റു ആപ്ലിക്കേഷൻ മണി നോക്കുക, ഒരു ഷെയറിന് 20 രൂപയാണ്. അപ്പോൾ 10,000 ഇൻറ്റു 20 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 lakh എന്ന് കിട്ടും. ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതുന്നത്. ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി എങ്ങനെയാണ്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അതായത് കമ്പനിയുടെ കൈവശം കിട്ടിയ ക്യാഷാണ് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് 2 lakh ആണ് കിട്ടിയത്. സോ ക്യാപിറ്റലിലേക്ക് നമ്മൾ 2 lakh ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന എൻട്രിയാണ്. ആദ്യമേ ആപ്ലിക്കേഷനെല്ലാം കമ്പനിയുടെ കയ്യിൽ കിട്ടി, ആപ്ലിക്കേഷൻ മണി മുഴുവൻ കമ്പനി റിസീവ് ചെയ്തു. ഇനി അപ്ലൈ ചെയ്തവർക്കൊക്കെ ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന എൻട്രിയാണ് അടുത്തതായിട്ട് പാസ് ചെയ്യേണ്ടത്. ഡ്യൂ ആകുന്ന എൻട്രി എങ്ങനെയാണ്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ മണി ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ലേ, അതേ സെയിം എൻട്രിയാണ് ഇവിടെ വരുന്നത്. ആപ്ലിക്കേഷന് പകരം അലോട്ട്മെൻറ്റ് ആക്കുക. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക, അലോട്ട്മെൻറ്റ് മണി നോക്കുക, 30 രൂപയാണ് അല്ലേ. 10,000 ഷെയർസാണ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ 10,000 ഇൻറ്റു 30 ചെയ്യുക. അപ്പോൾ നമുക്ക് 3 lakh എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്
അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് എന്ത് ചെയ്യുന്നത്, ഈ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ അലോട്ട്മെൻറ്റ് മണി കമ്പനിയിലേക്ക് പേയ്മെൻറ്റ് നടത്തും. അപ്പോൾ പേയ്മെൻറ്റ് നടത്തുന്ന അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് നമ്മളിനി പാസ് ചെയ്യേണ്ടത്. റിസീവ് ചെയ്യുമ്പോൾ എപ്പോഴും ജേർണൽ എൻട്രി ഇങ്ങനെ വരിക, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് 3 lakh ആണല്ലോ അലോട്ട്മെൻറ്റ് മണിയായിട്ട് നമുക്ക് വാങ്ങിക്കേണ്ടത്. സോ 3 lakh എന്നാണ് അവിടെ എമൗണ്ട് വരുന്നത്. അടുത്തതായിട്ട് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആകുന്ന എൻട്രിയാണ്. ഡ്യൂ ആകുമ്പോൾ എപ്പോഴും എന്താണോ ഡ്യൂ ആകുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് കോൾ മണി എന്ന് പറയുന്നത് ഒരു ഷെയറിന് 20 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ 10,000 ഷെയർസ് ആണല്ലോ. അപ്പോൾ 10,000 × 20 ചെയ്യുക, 2 lakh എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് ഡ്യൂ ആയി കഴിഞ്ഞാൽ അതിന് ശേഷമാണ് എമൗണ്ട് റിസീവ് ചെയ്യുന്നത്. എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ എന്ത് വരും, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. അപ്പോൾ എമൗണ്ട് ഫസ്റ്റ് കോൾ മണി എത്രയാണെന്ന് നോക്കുക, 2 lakh ആണ്. സോ അതായിരിക്കും കമ്പനി റിസീവ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കുറച്ച് ഷെയർസിൻ്റെ ഫസ്റ്റ് കോൾ മണി കിട്ടിയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി എത്ര ഷെയർസിൻ്റെ എമൗണ്ട് അവിടെ ഫസ്റ്റ് കോളായിട്ട് കിട്ടിയോ അത് മാത്രം നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രോബ്ലത്തിൽ സെക്കൻഡ് കോളും ഉണ്ട്. സോ സെക്കൻഡ് കോൾ ഡ്യൂ ആകുന്ന എൻട്രിയാണ്. അപ്പോൾ ലാസ്റ്റ് കോൾ ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് തന്നെ പറയും. അപ്പോൾ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് ഡ്യൂ ആയല്ലോ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കോൾ മണി എന്ന് പറയുന്നത് 30 രൂപയാണ്. അങ്ങനെ 10,000 ഷെയർസാണ്. അപ്പോൾ 10,000 × 30 ചെയ്യുക, 3 lakh എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഫൈനൽ കോൾ മണി 3 lakh ആണ് കമ്പനിക്ക് കിട്ടേണ്ടത്. സോ അതാണ് റിസീവ് ചെയ്തിട്ടുള്ളത്, 3 lakh എന്ന് എഴുതുക. ഇനി ഈ പറഞ്ഞ എല്ലാ ജേർണൽ എൻട്രീസിനും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ചെറിയൊരു നരേഷൻ കൊടുക്കുക കേട്ടോ. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ അങ്ങനെ സിമ്പിളായിട്ട് എഴുതിയാലും മതി. അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്ര നമ്പർ ഓഫ് ഷെയർസിന് ഇത്ര രൂപയാണ് റിസീവ് ചെയ്തതെന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, സിമ്പിളായിട്ടാണെങ്കിലും നരേഷൻ എഴുതാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക.